ഞങ്ങളുടെ പൂർവികർ തലമുറയായിട്ട് ഭഗവാന് സമർപ്പിച്ചതായതുകൊണ്ടാണ് ഞങ്ങൾക്കിത് വലിയൊരു ഭാഗ്യം ഈ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. ഇത് പിന്തുടർന്നു കൊണ്ട് വരുന്നത്. ഭഗവാൻ ഞങ്ങൾ വരയ്ക്കുന്ന വില്ലുകൾ മാത്രമേ വിഗ്രഹത്തിൽ ചാർത്തുള്ളൂ. ക്ഷേത്രത്തോളം പഴക്കമുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട് ഈ വില്ല് സമർപ്പണം, വില്ല് വയ്പ് എന്ന് പറയുന്ന ആചാരത്തിന് അത്രത്തോളം പഴക്കമുണ്ട്. കഠിനമായ വ്രതമാണ് ഈ വില്ലുകൾ ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. നമസ്കാരം. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവം തിരുവോണം. തിരുവോണത്തിന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഓണവില്ലിനെ കുറിച്ചാണ്. സത്യത്തിൽ മലയാളികളെല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുക യഥാർത്ഥ ഓണവില്ല് എവിടെ ലഭിക്കും എന്നതാണ്. ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുന്നത് കേരളത്തിൽ യഥാർത്ഥ ഓണവില്ല് ലഭിക്കുന്ന വിളയിൽ വീട് കുടുംബത്തെക്കുറിച്ചാണ്, അവിടെയുള്ള വിശേഷത്തെക്കുറിച്ചാണ്. ഓണവില്ല്, യഥാർത്ഥ ഓണവില്ല് ലഭിക്കുന്നത് ഇവിടെയാണ്. അവിടുത്തെ വിശേഷങ്ങളിലേക്കാണ് മറുനാടൻ കടക്കുന്നത്. എന്തായാലും ഇവർ ഈ ഓണവില്ല് തയ്യാറാക്കുന്ന തിരക്കിലാണ്, നമുക്ക് ചോദിക്കാം. നമസ്കാരം. ഈ ഓണവില്ലിൻ്റെ പാരമ്പര്യം എന്താണ്? ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ യഥാർത്ഥ ഓണവില്ല് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ്. ഓക്കെ, ഈ ഒരു ഓണവില്ല് ഉണ്ടാക്കുന്നതിൻ്റെ പാരമ്പര്യം എന്താണ്? ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കുന്നത്? ഇതിന് പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പൂർവികമായിട്ട് തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു ആചാരമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട്. ഞങ്ങളുടെ പൂർവികർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ഥപതി ശില്പി പാരമ്പര്യമാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, കാഞ്ചീപുരം വന്ന ശില്പികളുടെയൊക്കെ അവരിവിടെ വന്ന് ക്ഷേത്രം പണിയുന്നതിനും കൊട്ടാരം പണിയുന്നതിനുമൊക്കെ വേണ്ടി വന്നവരാണ്. അപ്പോൾ ഓരോരോ ക്ഷേത്രങ്ങൾ പണിത് പൂർത്തിയാക്കുമ്പോൾ അതാത് ക്ഷേത്രങ്ങളിൽ ചില അത്ഭുതകരമായിട്ടുള്ള സൃഷ്ടികൾ ഇവർ കാഴ്ചവെക്കാറുണ്ട്. അങ്ങനെ പല ക്ഷേത്രങ്ങളിലും, ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ അവർ പണിതിട്ട് അതിൽ അത്ഭുതങ്ങളുണ്ട്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ഈ കൊട്ടുമ്പോൾ വാദ്യം കേൾക്കുന്ന അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുന്ന തൂണുകളുണ്ട്. അതൊക്കെ ഒരു അത്ഭുതമാണ്. ചില വിഗ്രഹത്തിൽ ചില തൂണുകളിൽ അകത്ത് വ്യാളിയുടെ വാക്കകത്ത് ഉരുണ്ട് കിടക്കുക, അതൊക്കെ കൊത്തി ഉണ്ടാക്കി, അതൊക്കെ അത്ഭുതകരമായിട്ട്. അതേപോലെ ക്ഷേത്രം പണിത സമയത്ത് ശില്പികൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച ഒരു ചിത്രരചനാ ശില്പമാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ല്. ഞങ്ങളുടെ പൂർവികർ തഞ്ചാവൂരിൽ നിന്ന് വന്നവരാണ്, അവരവിടെ നിന്ന് സമർപ്പിച്ച ഒരു ചിത്രരചനാ ശില്പം. ഇതിനകത്ത് അത്ഭുതം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനാണ്. നമ്മളെ കേരളത്തിൻ്റെ മാതൃക, പത്മനാഭസ്വാമിയെ വഞ്ചി വാണപെരുമാൾ എന്നാണ് പറയുന്നത്. വഞ്ചിയുടെ മാതൃകയിൽ ചിത്രങ്ങൾ വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിച്ചു. അതാണ് ഇതിനൊരു പാരമ്പര്യമായിട്ടുള്ള ബന്ധം വരുന്നത്. ഇത് അത്രത്തോളം പഴക്കമുള്ളൊരു ആചാരമാണ്. ഞങ്ങളുടെ പൂർവികർ തലമുറയായിട്ട് ഭഗവാന് സമർപ്പിച്ചതായതുകൊണ്ടാണ് ഞങ്ങൾക്കിത് വലിയൊരു ഭാഗ്യം ഈ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. ഇത് പിന്തുടർന്നു കൊണ്ട് വരുന്നത്. ഇതിനകത്ത് ഇനിയിപ്പം വേറൊരു മറ്റൊരു കുടുംബത്തിനോ മറ്റൊരാൾക്കോ ഇത് ചെയ്യുന്നതിനോ അത് അവിടെ സമർപ്പിക്കുന്നതിനുള്ള ഒരു അധികാരമില്ല.
പരമ്പരാഗതമായിട്ട് ഞങ്ങൾക്ക് ആ അനുവാദവും കിട്ടിയിട്ടുള്ളതാണ്. ഈ ഓണവില്ല് എന്ന നാമകരണത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് പള്ളിവില്ല്? അതായത് ഞങ്ങളുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വില്ല് വയ്പ് എന്ന് പറയുന്നത് ഈ കുടുംബത്തിൽ നിരന്തരം എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇത് പള്ളിവില്ല് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ഷേത്രത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നല്ല, പൊതുവേ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ബഹുമാന സൂചകമായിട്ടാണ് ഈ പള്ളി എന്നുള്ള വാക്ക് ചേർക്കുന്നത്. പള്ളി എന്ന് പള്ളിയോടം, പള്ളിപ്പലക, പള്ളി ഉണർത്തൽ, ഇപ്പോൾ ദൈവികമായ കാര്യങ്ങളിലെല്ലാം ആദ്യത്തെ ഒരു വാക്ക് പള്ളി കൂടി ചേർത്ത് ബഹുമാന സൂചകമായിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ വില്ല് വയ്പ് എന്നാണ് ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. വില്ല് വയ്പ് രേഖകളിൽ തന്നെ 164 വർഷത്തിന് മുമ്പേ ഉള്ള രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനകത്ത് പറയുന്നത് ആചന്ദ്രതാരമേ സന്തതി പ്രവേശമേ നടത്തിക്കൊണ്ടുവരണം. വില്ല് വയ്പ് എന്ന് പറയുന്നത് സ്ഥാനമാനമാണ്. ഈ പ്രദേശത്തിൻ്റെ ഒരു ഗ്രാമപ്രമുഖനായിരുന്നു ഈ വില്ല് വയ്ക്കുന്ന ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്ന കാരണവർ. അപ്പോൾ അവർ വില്ല് വയ്പ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വില്ല് സമർപ്പിച്ചുകൊണ്ടിരുന്നൊരു കുടുംബം ഓണത്തിന് വില്ല് സമർപ്പിക്കുകയാണ്. തിരുവോണത്തിൻ്റെ അന്ന് പത്മനാഭസ്വാമിയുടെ ജന്മനക്ഷത്രമാണ് ഭഗവാന്റെ ജന്മനക്ഷത്രത്തിന് സമർപ്പിക്കുന്നതുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെ സമർപ്പിക്കുന്നു. ഓണത്തിന് സമർപ്പിക്കുന്നതുകൊണ്ട് അതൊരു വാമൊഴിയിലൂടെ അത് ഓണവില്ലായിട്ട് മാറി. മനസ്സിലായില്ലേ? അപ്പം ആ ഓണവില്ലായിട്ട് വാമൊഴിയിലൂടെ മാറുന്നു. ഓണത്തിന് സമർപ്പിക്കുന്ന വില്ല് സമർപ്പിക്കുന്ന കുടുംബത്തിന് ഓണവില്ല് കുടുംബമായിട്ട് അറിയപ്പെടുന്നു. ഇത് കുട്ടിക്കാലം മുതലേ കേൾക്കുന്നൊരു വാക്കാണ്. അതങ്ങനെ മാറി 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 വന്നിട്ട് പിന്നെ ഇത് വാമൊഴിയിലൂടെ അത് ഓണവില്ലെന്ന് മാറി. പക്ഷേ ഓണവില്ലെന്ന് പറയുന്ന ഒരു കൊട്ടിപ്പാടുന്നൊരു വാദ്യോപകരണമുണ്ട്. അത് പിൽക്കാലങ്ങളിൽ ഞങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ഈ യൂട്യൂബൊക്കെ വന്നതുകൊണ്ട് ഗൂഗിളിലൊക്കെ പരിധിയപ്പോൾ ഈ വാക്ക് തന്നെ വാദ്യോപകരണമുണ്ട്. അപ്പം അതിൻ്റെ രൂപവും ഏകദേശം നമ്മൾ വരയ്ക്കുന്ന വില്ലിൻ്റെ രൂപമാണ്. രണ്ടും വിശ്വകർമ്മ കുലത്തിൽപ്പെട്ട ആൾക്കാർ സമർപ്പിക്കുന്നതാണ്. അത് കൊട്ടിപ്പാടുന്നൊരു വാദ്യോപകരണമാണ്. ഇത് ചിത്രങ്ങൾ വരച്ച് സമർപ്പിച്ചതാണ്. രണ്ടിൻ്റെ രൂപം ഒരുപോലെയാണ്. ഇതിന് കുറച്ച് വലിപ്പ കൂടുതലുണ്ട്, അതിന് വലിപ്പക്കുറവുണ്ട്, തടികളിലെ വ്യത്യാസമുണ്ട്. അത് കവുങ്ങിൻ്റെ പാത്തിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് കടമ്പ് എന്നുള്ള വൃക്ഷത്തിലെ കടമ്പ്, മഹാഗണി, ഈ 2 വൃക്ഷങ്ങളുടെ പലകയിലാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചിട്ടകളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ ഈ പത്മനാഭസ്വാമി ഭഗവാനെ സമർപ്പിക്കുന്ന 12 വില്ലുകൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്, സന്തോഷമെന്നല്ല മാത്രമല്ല അഭിമാനവും കൂടിയാണ്. ഭഗവാൻ ഞങ്ങൾ വരയ്ക്കുന്ന വില്ലുകൾ മാത്രമേ വിഗ്രഹത്തിൽ ചാർത്തുള്ളൂ. 12 വില്ലാണ്, 6 ജോഡി വില്ലാണ് സമർപ്പിക്കുന്നത്. ഈ 6 ജോഡി വില്ലുകൾ മാത്രമേ അതാത് വിഗ്രഹങ്ങളിൽ ചാരി വയ്ക്കുകയുള്ളൂ. 3 ദിവസം അവിടെ ഉണ്ടായിരിക്കും. 4ാമത്തെ ദിവസമാണ് അവിടുന്ന് പുറത്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ 12 വില്ലുകൾ ചെയ്യുമ്പോൾ കഠിനമായ വ്രതമാണ് ഈ വില്ലുകൾ ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത്രയും പവിത്രമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ ഭഗവാന് സമർപ്പിക്കുക. അതൊരു ചിട്ടയാണ്. പൂർവികമായിട്ട് പകർന്നു തന്നിട്ടുള്ള ഒരു ചിട്ട പ്രകാരമാണ് ഈ നിറക്കൂട്ടുകൾ ഉണ്ടാക്കുമ്പോൾ മൂലമന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. തടികൾ ചെയ്യുമ്പം അത് മരം മുറിച്ചതിൻ്റെ പക്ഷിലതാദികളോട് അനുവാദം വാങ്ങിക്കൊണ്ട് മുറിക്കുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടാണ് അവസാനം ഇതിനകത്ത് ചിത്രപ്പണി ചെയ്യുന്നത്. അപ്പോൾ അത്രയും പവിത്രമായിട്ട് പരിശുദ്ധിയായിട്ട് ചെയ്ത് ഭഗവാന് സമർപ്പിക്കുകയാണ്. ഭക്തർക്കുള്ള വില്ലുകൾ ചെയ്യുന്നതും അതേ നിഷ്ഠയോടെയും ചിട്ടയോടെയും ആണെങ്കിൽ പോലും ഇതിനകത്തൊരു 41 ദിവസത്തെ ശ്രീകോവിൽ വയ്ക്കുന്നതാണ്. അപ്പോൾ ശ്രീകോവിലിനകത്ത് കയറ്റി വയ്ക്കുന്നുണ്ട്. അത്രയും ശുദ്ധിയും പവിത്രതയും ഉണ്ടാവണം. അതുകൊണ്ട് അങ്ങനെ ആണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഈ നിറങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇതിൽ പഞ്ചവർണ്ണങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഈ പ്രൈമറി കളേഴ്സായിട്ട് വരുന്ന പഞ്ചവർണ്ണങ്ങൾ വെളുപ്പ്, കറുപ്പ്, മഞ്ഞ, നീല, ചുവപ്പ്, ഈ നിറങ്ങൾ തമ്മിൽ ചേർത്തിട്ട് ആണ് ഈ നിറക്കൂട്ടുകൾ ഉണ്ടാക്കുന്നത്. ഈ പണ്ട് കാലങ്ങളിൽ പ്രകൃതിദത്തമായ നിറങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ എണ്ണം വരയ്ക്കുന്നതുകൊണ്ട് ഞങ്ങൾ കളമെഴുതുന്ന പൊടിയെ അത് പ്രത്യേകമായിട്ട് അരച്ച് നമ്മൾ വെള്ളമാണ് ഇതിനകത്ത് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. ആ ചാലിച്ച് ശരിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ട്. അത് പിന്നീട് എടുത്ത് വീണ്ടും അത് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് നിങ്ങളുടെ ഈ ഓണവില്ലിന്? ക്ഷേത്രത്തോളം പഴക്കമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട് ഈ വില്ല് സമർപ്പണം. വില്ല് വയ്പ് എന്ന് പറയുന്ന ആചാരത്തിന് അത്രത്തോളം പഴക്കമുണ്ട്. പിന്നെ ഞങ്ങളിവിടെ കരമന ദേശത്ത് ഏകദേശം ഒരു 8-9 തലമുറയോളം താമസിച്ചാണ് വില്ല് സമർപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് തമലം എന്ന് പറയുന്ന പ്രദേശത്ത് ഞങ്ങളുടെ പൂർവികർ തലമുറയ്ക്ക് മുമ്പ് താമസിച്ചിട്ടുണ്ട്. മണക്കാട് താമസിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പല കാര്യങ്ങളിലും അറിയാവുന്നതാണ്. അതുമാത്രമല്ല കുടുംബത്തിന് തന്നെ സ്ഥാനപ്പേരുണ്ട്. അനന്തപത്മനാഭൻ എന്നുള്ള ഭഗവാന്റെ നാമത്തിലുള്ളൊരു സ്ഥാനപ്പേരുമുണ്ട്. ആ സ്ഥാനപ്പേരിൽ തന്നെയാണ് ഇപ്പോൾ തലമുറയായിട്ട് ഇങ്ങനെ ആചരിച്ചു കൊണ്ട് വരുന്നതാണ്. ഇതിനൊരു കൃത്യമായ കണക്ക് പറയാൻ പറ്റില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട്. കൊല്ലവർഷം 677-ാം ആണ്ടിൽ ഈ വില്ല് വയ്പ് എന്ന് പറയുന്നത് പുനരാരംഭിച്ചു എന്നൊരു കാര്യമുണ്ട്.
ക്ഷേത്രത്തിൽ രേഖകൾ ഇപ്പോൾ മതിലകൻ രേഖയാണ്. അവിടെ അമ്പലത്തിനകത്ത് ഏത് കാര്യം ഉണ്ടെങ്കിലും മതിലകൻ രേഖയാണ്. ആ മതിലകൻ രേഖകളിൽ പറയുന്നത് കൊല്ലവർഷം 677 ആണ്ടിൽ വില്ലുവയ്പ്, പള്ളി വില്ലുവയ്പ് പുനരാരംഭിച്ചു എന്ന് പറയുന്നു. അപ്പം ആ പുനരാരംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അർത്ഥം. രാവിലെ ഇതിൻ്റെ പണി തുടങ്ങാം. അതിരാവിലെ തന്നെ ഒരു 4-4:30 മണിയാകുമ്പോൾ ഞങ്ങൾക്കിവിടെ തെക്കതുണ്ട്. തെക്കതിൽ പൂജകൾ കഴിഞ്ഞതിന് ശേഷമാണ് ചിത്രപ്പണികൾക്ക് വേണ്ടി ഇരിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊരു 8-9 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് പുറത്ത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്നു. വീണ്ടും ശുദ്ധിയായിട്ടാണ് അറയിലോട്ട് ഇറങ്ങുന്നത്. പിന്നെ ഒരു ഉച്ചസമയത്ത് ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങുന്നു. വൈകുന്നേരം ആകുമ്പം ഭഗവാൻ ഇവിടെ തെക്കതിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒരു 10-10:30 വരെ ഞങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഏർപ്പാടിൽ. ഇതൊരു നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വ്യാജന്മാരുടെ കാലഘട്ടമാണ്. അപ്പോൾ തന്നെ ഈ ഓണവില്ലിൻ്റെ കാര്യത്തിലും ഈ വ്യാജ ഓണവില്ലുകളൊക്കെ വിപണിയിലുണ്ടാകാം. ഇത്തരത്തിലുള്ള ഓണവില്ലുകളെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? പ്രേക്ഷകർക്കുള്ളൊരു സംശയം ഉണ്ടാകുക, എങ്ങനെയാണ് ഇതിനോട് പ്രതി? വ്യാജന്മാരുടെ കാലഘട്ടത്തിനേക്കാളുപരി ഇതിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വന്നു ചേരാവുന്ന കാര്യം ഇതൊരു ആകർഷകത്വമുള്ള ഒരു ചിത്രരചനാ ശില്പമാണ്. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുള്ളതാണ്. ഇതിനകത്ത് വ്യാജമായിട്ടുണ്ടാക്കാം. ചിത്രകാരന്മാർക്ക് ആർക്കും ഇത് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്നെ ഇതിനൊരു മൂലമന്ത്രങ്ങളുണ്ട്. മന്ത്രങ്ങൾ ചൊല്ലി ഇപ്പോൾ യന്ത്രം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സുദർശന യന്ത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ യന്ത്രം ചെയ്യുമ്പോൾ അതിനകത്ത് അക്ഷരങ്ങൾക്കാണ് പ്രാധാന്യം. ആ അക്ഷരങ്ങൾ എഴുതി പൂജ നടത്തിയിട്ട് വീട്ടിൽ വയ്ക്കുമ്പോഴേ അതിനകത്തൊരു പവർ ഉണ്ടാവുള്ളൂ. അതേപോലെ ഈ കുടുംബത്തിൽ വ്രതശുദ്ധിയോടുകൂടി കുടുംബത്തിലിരുന്ന് ചിത്രങ്ങൾ വരച്ച് ഭഗവാന്റെ മുമ്പേ നമ്മുടെ തെക്കതിൽ വെച്ച് പൂജ നടത്തിയിട്ട് ഒരു ഭക്തൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചാലേ അതിനുള്ള ഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ ധൈര്യം ഞങ്ങൾക്കുണ്ട്. എത്ര വ്യാജന്മാർ വന്നാൽ പോലും ഈ വ്യാജനും നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം ഭഗവാൻ കാണിച്ചു കൊടുക്കും. പിന്നെ ഇതിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഓണവില്ല് എന്നുള്ള പേര് ഞങ്ങൾ പുറകിൽ സീൽ ചെയ്ത് തന്നെ എല്ലാ വില്ലിലും ഏൽപ്പിക്കുന്നത്. പിന്നെ 2 വശങ്ങളിൽ 2 പച്ച കളർ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു ലീഫ് ഗ്രീൻ കളറ് കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിറ്റി നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഭക്തർക്ക് തിരിച്ചറിയാനായിട്ട് പെട്ടെന്ന് അറിയാനൊക്കെ ഓണവില്ലെന്ന് പറഞ്ഞാൽ അവർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. എന്തായിരുന്നാലും ഈ പറഞ്ഞ പോലെ ഓണവില്ല് കുടുംബത്തിൽ നിന്ന് ഒരു ഓണവില്ലുണ്ടായെങ്കിൽ മാത്രമേ അത് ഓണവില്ലാകൂ. അതാണ് ഞങ്ങളുടെ അവസാന വാക്ക്. എല്ലാം ഭഗവാൻ നോക്കിയാൽ ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഞങ്ങൾ നേരെ ഭഗവാനാണ് വിടുന്നത്. ഭഗവാൻ നോക്കിക്കോളും. നമ്മൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വില്ല് സമർപ്പിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഈ വില്ല് ചെയ്യുമ്പോൾ ഭഗവാന്റെ ചൈതന്യം നിറയെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസമാണ്. ഭക്തർ ഭക്തിയോടുകൂടി വാങ്ങിക്കൊണ്ട് വീട്ടിൽ വയ്ക്കുമ്പം അവർക്ക് വീട്ടിലുണ്ടാകുന്ന നല്ല അനുഭവങ്ങൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് വിശ്വാസപൂർവ്വം ചെയ്യുന്നു. അതിനകത്ത് ഭക്തിയോടുകൂടി ചെയ്യുന്നു. ഓണവില്ല് കുടുംബത്തിൽ വെച്ചിട്ട് ഓണവില്ല് ചെയ്ത് സമർപ്പിക്കുകയാണ്. ഭക്തൻ ഇവിടെ നമ്മൾ ആത്മസമർപ്പണം നടത്തിയിട്ടാണ് ഭക്തർക്ക് വേണ്ടിയിട്ട് നൽകുന്നത് പോലും. ഒരു പ്രാവശ്യം ഒരു ഗോവയിൽ നിന്നും ഈ ഓണവില്ല് കുടുംബം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വന്നിരുന്നു. അവരെല്ലാം ഹിന്ദി അറിയാവുന്നുള്ള, അതിനകത്ത് മലയാളിയായിട്ടുള്ളൊരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ വരുന്നതിന് 2 ആഴ്ചയ്ക്ക് മുമ്പേ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഒരു സെറ്റ് വില്ല് വേണം, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ തയ്യാറാക്കി പൂജിച്ച് വെച്ചിരുന്നു. ഇവരിവിടെ വന്നു. ഓണം കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഓണത്തിന് ഇവരവിടെ ഈ ഓണവില്ല് സമർപ്പണ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് അവരുണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല, പക്ഷേ അവർ ആ സമയത്ത് ഉണ്ടായിരുന്നതായിട്ട് ഇവിടെ വന്നപ്പം പറഞ്ഞു. ഞങ്ങളത് വലിയ സന്തോഷത്തോടെ കേട്ടു. അങ്ങനെ ഓണം കഴിഞ്ഞ് അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഓണവില്ല് ഏറ്റുവാങ്ങി. ഈ സമയം
ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊരു വലിയ മരമുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ മൂട്ടിൽ നിന്ന് വില്ല് വാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്തരീക്ഷം പെട്ടെന്ന് മേഘാവൃതമാവുകയും മഴ പെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ വില്ല് വാങ്ങി വെച്ചിരിക്കുന്ന ആൾ നിന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്ന് അവരുടെ അടുത്ത് ചോദിച്ചു, ഗൈഡിൻ്റെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഹിന്ദിയിൽ പറയുകയായിരുന്നു, അവർ വന്നത് തന്നെ ഈ ഓണവില്ല് കാണണമെന്നും ഈ ഓണവില്ല് കുടുംബത്തിനെ കാണണമെന്നും പരിചയപ്പെടണമെന്നും നാഡീ ജ്യോതിഷൻ ആയിട്ടുള്ള ഒരു ജ്യോതിഷി അവരുടെ ആ ഗ്രൂപ്പിലുണ്ട്. അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ഓണത്തിന് വില്ല് വയ്പ്പ് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് എന്നും ഈ വില്ല് വയ്പ്പ് നടത്തുന്ന ഒരു കുടുംബക്കാരാണെന്നും ഈ വില്ല് നിങ്ങൾ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വില്ല് വാങ്ങി ഇവരുടെ ആശ്രമത്തിലെല്ലാം വയ്ക്കണമെന്നും ഈ വില്ല് വാങ്ങി നിൽക്കുമ്പോൾ വരുണൻ പ്രസാദിക്കുമെന്നും വരുണൻ പ്രസാദിച്ചാൽ നിങ്ങൾ കരുതിക്കൊള്ളണം സ്വയം വിശ്വകർമാവാണ് ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത്. കാരണം അപ്പം വരുണൻ പ്രസാദിച്ചു, മഴ പെയ്തു. അത്ഭുതകരമായിട്ടാണ് ആ ദിവസം ഞങ്ങൾ കണ്ടത്. അപ്പോൾ അത്രത്തോളം എനർജി ഉണ്ടായിരുന്നു. 2017 സംഭവിക്കുന്നത്. 2019 ആയപ്പോൾ അവർ വീണ്ടും വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഓണവില്ലിന് എനർജി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, ഓറ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവരൊരു മെഷീനൊക്കെ കൊണ്ടുവന്നു, ഇത് ഓറ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ എനിക്ക് രണ്ട് മനസ്സായിരുന്നു. കാരണം ഞങ്ങളിവിടെ വിശ്വാസപൂർവ്വം വില്ലുകൾ ചെയ്യുന്നു, എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുമെന്ന് കരുതി. എന്നാലും ഞങ്ങൾ വിശ്വകർമാവിനെയും ഭഗവാനെയൊക്കെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സമ്മതം മൂളി. ഇവരിവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തപ്പം അവർ അത്ഭുതകരമായിട്ട് അവർ പറയുകയാണ്, ഈ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോവുകയാണ്, തിരിച്ച് റിട്ടേൺ വരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വല്ലാത്തൊരു എനർജിയുള്ള സാധനമാണ് എന്ന് അവർ ഹിന്ദിയിൽ അവരുടെ അടുത്ത് പറയുന്നു. ഗൈഡ് വളരെ അത്ഭുതത്തോടു കൂടി കാണുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ അത്രയും പവിത്രമായിട്ട് ഭക്തിയോടുകൂടി ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. സാധാരണ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ 1 മീറ്റർ സർക്കിളിനകത്താണ് 100% ഓറ എന്ന് പറയുന്നത്. ഇതിപ്പം 6 മീറ്ററിന് മുകളിൽ ഈ അവരുടെ പോസിറ്റീവ് എനർജി ഉള്ള ഒരു സംഗതിയാണ് ഈ പണ്ടിലിവിൻ എന്ന ഓണവില്ല്. അത്രയും എനർജിയാണ് നിങ്ങളുടെ ഭഗവാനുള്ള ആ ഡെഡിക്കേഷനാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് ഒരു സർട്ടിഫിക്കറ്റായിട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അവർ എനിക്കൊരു 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വായിച്ചു തന്നു. അതിനകത്ത് ഓറ ടെസ്റ്റ് ചെയ്തതും എന്താണ് ഓറയെന്നും വില്ലിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ടൊരു സർട്ടിഫിക്കറ്റ് വായിച്ചു തന്നു. വളരെ സന്തോഷമായിട്ട് ഞങ്ങളിത് കയ്യിൽ വച്ചിട്ടുണ്ട്. കാരണം വിവാദങ്ങളും പ്രശ്നങ്ങളും നാൾക്കുനാൾ ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ ഇത്തരം രേഖകൾ കയ്യിൽ വെക്കണമെന്നുള്ളത് നമ്മുടെ ഇവിടെ രാജ്യം ഭരിച്ചിരുന്ന രാജകുടുംബത്തിലെ തന്നെ ഹിസ് ഹൈനസ് മാർത്താണ്ഡവർമ്മ തമ്പുരാൻ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്ത് കാര്യത്തിനും ഒരു രേഖ വേണം, ആ രേഖകൾ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതിങ്ങനെ പരിപാലിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 2015 ട്രേഡ് മാർക്ക് എടുക്കുകയും 2031 വരെ അത് പൂർത്തി കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കിത് ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ എല്ലാ നെഗറ്റീവുകൾ വന്നാലും സംസാരം വന്നാലും ഭഗവാൻ ഞങ്ങൾക്കത് പോസിറ്റീവായിട്ട് പുഷ്പമാലയായിട്ടാണ് തരുന്നത്. കാര്യം എന്ത് ദോഷവശങ്ങൾ അവിടുന്ന് ചൊരിഞ്ഞാലും ഞങ്ങൾക്കതൊരു പുഷ്പവൃഷ്ടിയായിട്ട് ഭഗവാൻ തരുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം ഏത് നെഗറ്റീവ് വരുമ്പോഴത്തേക്കും കൂടുതൽ ഈ പള്ളിയിൽ എന്ന ഓണവില്ല് സമർപ്പിക്കുന്ന കുടുംബത്തിൻ്റെ പേരും പെരുമയും വർദ്ധിക്കുക തന്നെ ചെയ്യും. എന്തായാലും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കുടുംബമാണ് ഈ ഓണവില്ല് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓണവില്ല് വേണം എങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലെ വാണിയമൂല എന്ന സ്ഥലത്താണ്, അതായത് വിളയിൽ വീട് കുടുംബത്തിലാണ് ഇത്തരത്തിൽ യഥാർത്ഥ ഓണവില്ല് നിർമ്മാണം നടക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരാവുന്നതുമാണ്. വളരെ പാരമ്പര്യമുള്ളൊരു കുടുംബമാണ് അവരാണ് ഇത്തരത്തിൽ ഏറെ കാലമായി ഇത്തരത്തിലുള്ള ഓണവില്ല് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.